GOB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പാമിസ്ട്രി പറയാൻ പോകുന്നത് അത്ഭുതകരമായ മറ്റൊരു രേഖയെപ്പറ്റിയാണ്. നമ്മൾ ത്രികോണം വരുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. കൈരേഖയിൽ ത്രികോണം വന്നാൽ എന്താണ് ഫലമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പം മണി ട്രയാങ്കിൾ, പലതരം ട്രയാങ്കിളുകൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രത്യേക ഒരു ട്രയാങ്കിളിനെ പറ്റിയാണ്. ഇത്തരം ട്രയാങ്കിളുകൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളുകൾ കൈകളിൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഗുണകരമാണ്. അതെല്ലാം കാണിക്കുന്നത് ഗുണകരമാണ്. ചില സമയങ്ങളിൽ ആര്യരേഖയിലും ബുദ്ധിരേഖയിലും ഒക്കെ കയറി നിൽക്കും. നമ്മൾ ചിലപ്പോൾ അതെന്തെങ്കിലും നാശമാണെന്ന് നമ്മൾ കരുതാറുണ്ട്. പക്ഷെ അല്ല, ട്രയാങ്കിൾ വരുന്നത് നമുക്ക് ഐശ്വര്യം തന്നെയാണ് എപ്പോഴും കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം പൂർണ്ണമായും നമ്മുടെ ജാതകവും ദൈവത്തിൻ്റെ കരുതലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ദോഷങ്ങളൊന്നും നമ്മളെ ഏൽക്കാതെ തന്നെ പോവുകയുള്ളൂ. കാരണം ഹസ്തരേഖയെപ്പറ്റി ഒരറിവില്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്തിനാണ് ട്രയാങ്കിൾ എന്നതോ അത് അപ്പായക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം ട്രയാങ്കിളുകൾ വരുന്നത് നമ്മുടെ ഐശ്വര്യത്തിനാണെന്ന് മനസ്സിലാക്കുക. എല്ലാം കൊണ്ടും നമുക്ക് സാമ്പത്തികമായും ഉയർച്ചകൾ ലഭിക്കാനുള്ളതാണ് ട്രയാങ്കിൾ. അപ്പോൾ ഇന്ന് ഞാൻ വേറെ പ്രത്യേകതരം ട്രയാങ്കിളുകൾ വരുന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക്, ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തുകൂടി സഹായിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇമേജ് വരച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് പോകാം. മാത്രമല്ല അതിനുശേഷവും ബാക്കി വീഡിയോ തുടരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട് നമുക്ക്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇമേജിലേക്ക് പോകാം. ഇമേജ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ഓർമ്മ പുതുക്കാനായിട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ. ഇവിടെ ഞാൻ ഇന്ന് ട്രയാങ്കിൾ വരയ്ക്കേണ്ടതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ ഭാഗ്യരേഖ അല്പം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. പഴയ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഏതാണ് ഭാഗ്യരേഖ ആയുർരേഖ എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധരേഖ, ഇതാണ് നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആയുർരേഖ. ഇനി ഇവിടെ പറയാനുള്ള കാര്യം, ഇവിടെ നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു ത്രികോണം വന്നു കഴിഞ്ഞാൽ ചൂണ്ടുവിരലിൻ്റെ താഴെയുള്ള ആ ഒരു ഏരിയയിൽ ഏത് ഫിംബിൽ വന്നാലും, ചതുരമായിക്കോട്ടെ, കുരിശായിക്കോട്ടെ, നക്ഷത്രമായിക്കോട്ടെ, എന്ത് ചിഹ്നം വന്നാലും അധികാര ശക്തിയാണ് കാണിക്കുന്നത്. ചൂണ്ടുവിരൽ നമ്മൾ ചൂണ്ടുന്നത് എപ്പോഴാണ്? നമ്മുടെ അധികാരം കാണിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആജ്ഞാപിക്കാൻ. അപ്പോൾ ആജ്ഞാശക്തി തരുന്ന നമ്മുടെ വിരലാണ് നമ്മുടെ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത്. അപ്പോൾ ചൂണ്ടുവിരലിൻ്റെ താഴെയായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ത്രികോണം വന്നു കഴിഞ്ഞാൽ അത് ആജ്ഞാശക്തി, സാമ്പത്തികമായ ഉയർച്ച തുടങ്ങിയവ എല്ലാം കാണും. അതേപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ചൂണ്ടുവിരൽ കൊണ്ട് എന്തും സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാമിസ്ട്രിയുടെ. ആ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവും ചൂണ്ടുവിരൽ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം യോഗങ്ങൾ വരുമെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ബാക്കി ഭാഗമാണ്. എങ്കിലും ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. ചൂണ്ടുവിരലിൻ്റെ താഴെയായിട്ട് ഇതുപോലൊരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇത് നമുക്ക് ഉയർച്ചയാണ് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കാണുന്ന ഭാഗ്യരേഖ ഇതുപോലെ ഒരു ത്രികോണമായിട്ട് ഇങ്ങനെ ടച്ചായിട്ട് നിൽക്കുകയെന്ന് കരുതുക. ആയുർരേഖയും ഇതുമെല്ലാം കൂടിയായിട്ട് ഇങ്ങനെയൊരു ത്രികോണം. ഈ ത്രികോണം വളരെയധികം സാമ്പത്തികമായി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് വളരെയധികം ഉയർച്ച. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിരേഖയും ഇതും കൂടിയാണ് യോജിച്ചത്. ബുദ്ധിപരമായ പ്രവർത്തനത്തോട് വിജയിക്കുമെന്നുള്ളതാണ് അതിന് തെളിവ്. നമ്മുടെ ബുദ്ധിരേഖയിലെ ത്രികോണം വന്നാലും തീർച്ചയായും ബുദ്ധിപരമായ രീതിയിൽ നമ്മൾ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുപോലെ ഇവിടെ ബുദ്ധിരേഖ രണ്ട് കവരിയായിട്ട് ഇങ്ങനെ മാറിയ ഒരു ത്രികോണമായിട്ട് കണ്ടാലും ഇതിനിടയ്ക്ക് ഒരു കൊച്ചു ത്രികോണം കണ്ടോ, ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ വരും. ഇതിപ്പോൾ എല്ലാം ഒന്നിച്ച് ഒരു കൈരേഖ വരണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ ത്രികോണങ്ങൾ വരും. അങ്ങനെ ആണെങ്കിൽ തീർച്ചയായും വളരെയധികം ഉയർച്ചമാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ കലാപരമായിട്ട് ഭയങ്കരമായിട്ട് ഉയരും. അതുപോലെ എഴുത്തുകാരാവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുക, എഴുത്തിലൂടെ കീർത്തി ഉണ്ടാവുക. ചിലർ എഴുത്തുകാരായെങ്കിലും തീർച്ചയായും പ്രശസ്തി ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ പണത്തിൻ്റെ വരവ് ഉണ്ടാവാറില്ല. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയിൽ പുസ്തക പ്രസാധനത്തിലൂടെ വളരെ ഫേമസ് ആവുക, അവാർഡുകൾ വാങ്ങിക്കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരുടെ കയ്യിൽ ഇതുപോലെ കവരിയായിട്ട് മാറി നിൽക്കുന്ന ഒരു കൈരേഖ കാണും. എവിടെ നിന്നാണ്? ബുദ്ധിരേഖയിൽ നിന്ന്. കാരണം ബുദ്ധി ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഹൃദയരേഖ ആരോഗ്യരേഖ വലുതായതുകൊണ്ട് നമുക്ക് ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ബുദ്ധിരേഖയിലുള്ള ചിഹ്നങ്ങളാണ് നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ അതനുസരിച്ച് ഇത്തരം രേഖയില്ലാത്തവരും എഴുത്തിൽ മേഖലയിൽ വരാറുണ്ട്. അത് അവരുടെ യോഗത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇത്തരം രേഖകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തികൾ എഴുത്ത്, സാഹിത്യം തുടങ്ങിയ കവിതാരചന, പാട്ട് പാടുക തുടങ്ങിയ പല കാര്യങ്ങളിലും പ്രവർത്തികൾ കാണിക്കാം. അവർ ബുദ്ധി ഉപയോഗിച്ച് പലതും ചെയ്യും. ചിലർക്ക് കമ്പ്യൂട്ടർ വർക്കുകളായിരിക്കാം.
എന്താണ് അവർ ചെയ്യുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു പരിജ്ഞാനം പോലിരിക്കും ചെയ്യും. എന്താണെങ്കിലും ബുദ്ധിമാനായിരിക്കുക. ചിലപ്പോൾ കരകൗശല വസ്തു ഉണ്ടാക്കുന്ന ആളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിമകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്ന ആളാവാം. അതിലായിരിക്കും അവർ ബുദ്ധി കാണിക്കുക. മനസ്സിലായിക്കോണം. പെയിൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നല്ല പടങ്ങൾ വരയ്ക്കുമായിരിക്കും. എവിടെയാണ് ബുദ്ധി കാണിക്കുക എന്ന് ആ വ്യക്തിയുടെ സ്വഭാവ രീതി പോലെ ഇരിക്കും. അപ്പം മനസ്സിലാക്കുക, ത്രികോണങ്ങൾ വരുന്നത് എല്ലാം ഐശ്വര്യസൂചകമാണ്. ചില സമയത്ത് ത്രികോണങ്ങളെ വെട്ടി 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 ഇങ്ങനെ വരകൾ കണ്ടാലും നമ്മൾ അത്ര ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ ഒരു 3 മാസം കഴിയുമ്പോൾ ആ രേഖകളെല്ലാം മാഞ്ഞു പോവുകയും നമുക്ക് ഐശ്വര്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളോട് സംസാരിക്കാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുത ഫലങ്ങൾ എന്തെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പോലെ അസ്ട്രോളജിയുടെ ചില കാര്യങ്ങളും മോട്ടിവേഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ പല പല അഫർമേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അസ്ട്രോളജിയിലുള്ള ഒരു യോഗത്തെ പറ്റിയാണ്. ആ യോഗത്തിൻ്റെ പേരാണ് വേസി യോഗം. വേസി യോഗം. ഇപ്പം വാസിയോഗം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഉഭയചരി യോഗം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ആ യോഗങ്ങൾക്കിടയിലായിട്ട് വരുന്ന ഒരു യോഗമാണ് ഈ വേസി യോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഇപ്പം ഉഭയചരി യോഗം, വാസിയോഗം, വേസിയോഗം എല്ലാം ഒന്നിച്ചാണ് ശരിക്കും വരിക ചില ആളുകളുടെ ജീവിതത്തിലേക്ക്. 3 യോഗങ്ങളും നല്ല യോഗമാണ്. ഇതിൽ വാസിയോഗം മാത്രമാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. അപ്പം ഒന്നുകൂടി ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വാസിയോഗത്തെ പറ്റി, അത് ഓർക്കുന്നില്ല ഞാൻ. വാസിയോഗം കൂടി നമുക്ക് പറയാം. അപ്പം വാസിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചില നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട്. ദൃഷ്ടി കാരണം ചിലപ്പോൾ വളരെയധികം കഷ്ടപ്പാട്, ദുരിതങ്ങൾ, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനിടയിൽ നല്ല ഗ്രഹങ്ങൾ വന്നിട്ട് നല്ല സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ, നവഗ്രഹങ്ങൾ നല്ല സ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ആൾക്ക് വാസിയോഗം നല്ലതായിട്ട് വരും. പക്ഷെ ചില സമയം വാസിയോഗം നമുക്ക് മോശം അനുഭവം കൊണ്ടുവരും. പക്ഷേ വേസിയോഗം എന്ന് പറയുന്ന അടുത്ത യോഗം വരുന്നത് ഈ വാസിയോഗത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. പക്ഷേ അത് നമുക്ക് ഐശ്വര്യങ്ങൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ വേസിയോഗമാണ് നമുക്ക് വരുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഫ്ലോ ആയിട്ടായിരിക്കും. മന്ദമായി നടക്കുക, മന്ദമായി പ്രവർത്തിക്കുക. ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സാവധാനം എല്ലാം അളന്ന് തൂക്കി മനസ്സിലാക്കി ശ്രദ്ധിച്ച് ആലോചിച്ച് പിടിച്ച് അങ്ങനെ ചെയ്യത്തുള്ള കാര്യങ്ങളല്ല. പക്ഷെ വിജയമായിരിക്കും. സാധാരണ ആളുകൾക്കാലും താമസം എടുക്കും കാര്യങ്ങൾക്ക്, സ്പീഡുണ്ടാവുകയില്ല. പിന്നെ ആ വ്യക്തിയുടെ കണ്ണുകൾ, ദയ ഉള്ള കണ്ണുകൾ. കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഒരാളുടെ സ്വഭാവ രീതി എങ്ങനെയെന്ന് കാണുമ്പോൾ അറിയാം. അപ്പോൾ കണ്ണുകളിൽ ക്രൂരതയുള്ളവരുണ്ട്, കണ്ണുകളിൽ പല അവസ്ഥകൾ. ഇപ്പം നമ്മുടെ ഭാവങ്ങൾ പലതും നമുക്ക് മനസ്സിലാകും. സങ്കടം, ദുഃഖം, നിരാശ തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കി കണ്ണുകളിലേക്ക് നോക്കാം. അപ്പം കണ്ണുകളിൽ ദയാശീലം, ദയ തുളുമ്പുന്ന കണ്ണുകൾ, ആ കണ്ണുകളോട് കൂടിയതും, സ്ത്രീയായാലും പുരുഷനായാലും ആ കണ്ണുകളോട് കൂടിയതും, ഒപ്പം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം മന്ദഗതി ചെയ്യുക, കാര്യങ്ങൾ വിജയത്തിലെത്തുക, പേരും പ്രശസ്തി ഉണ്ടാവുക, ബന്ധുജനങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കുക, പ്രീതി സമ്പാദിക്കുക. ബന്ധുജനങ്ങൾക്ക് ഇവരെ കൊണ്ട് നല്ല ഉപകാരമുണ്ടെങ്കിലും ബന്ധുജനങ്ങൾ തിരിച്ച് ഇവരെ ഉപകരിക്കത്തുമില്ല. അങ്ങനെയുമുണ്ട്. ഇവർ നിഷ്കളങ്കമായ സ്വഭാവത്തിന് ഉടമകളാണ്. അപ്പം വേസിയോഗം എന്നാണ് ഈ യോഗത്തിൻ്റെ പേര്. മനസ്സിലാക്കുക. അപ്പോൾ വാസിയോഗം, വേസിയോഗം, ഉഭയചരി യോഗം, ഈ യോഗങ്ങളെല്ലാം ഒന്നിച്ചാണ് സാധാരണ ഒരാളുടെ ലൈഫിലേക്ക് വരിക. ചിലപ്പോൾ 6, 8, 12 ഒക്കെ ചിലപ്പോൾ യോഗങ്ങൾ ചിലരുടെ ജീവിതത്തിലുണ്ടാകും. അതിൽ ചില യോഗങ്ങൾ ചിലപ്പം മോശം യോഗങ്ങളുണ്ടാകും, ചില യോഗങ്ങൾ മുഴുവൻ നല്ല യോഗങ്ങളായിരിക്കും. ഇപ്പോൾ 19 യോഗം വരെയൊക്കെ ചിലർക്ക് വരാണ്ട് 20 യോഗം വരാറുണ്ട്. 100 യോഗങ്ങൾക്ക് മേളിൽ ഉണ്ട്, യോഗങ്ങളുണ്ട് ചിലപ്പം. പക്ഷേ നമ്മളൊരു ഗ്രഹനില പരിശോധിപ്പിക്കുക, നല്ലൊരു അസ്ട്രോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പം മനസ്സിലാക്കുവാണെങ്കിൽ ഈ യോഗങ്ങളുടെ പേര് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ പേര് കേൾക്കുമ്പോൾ ഇതാണ് യോഗമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് യോഗങ്ങളുടെ ഒരു രീതി. അപ്പോൾ നല്ലൊരു ആചാര്യനെയോ അസ്ട്രോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മുടെ ഗ്രഹനില കൊടുത്ത് പരിശോധിപ്പിക്കുക. വേസിയോഗം ഉണ്ടോ എന്ന് നോക്കുക, വാസിയോഗം ഉണ്ടോ എന്ന് നോക്കുക, ഉഭയചരി യോഗം ഉണ്ടോ എന്ന് നോക്കുക, മാളവീയ യോഗം ഉണ്ടോ എന്ന് നോക്കുക, പാരിജാത യോഗം ഉണ്ടോ എന്ന് നോക്കുക, ഹംസയോഗം ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പലതും. അതുപോലെ നിഷ്കളങ്ക യോഗമുണ്ട്. സ്വഭാവം മുഴുവൻ നിഷ്കളങ്കമാവുക, പാവം വ്യക്തി ആവുക, നിഷ്കളങ്ക മാതൃസ്നേഹം കിട്ടുന്ന യോഗമുണ്ട്. പല പല യോഗങ്ങളുണ്ട്, ഒരുപാട് യോഗം. നീചഭംഗ രാജയോഗമുണ്ട്, കർത്തരി യോഗമുണ്ട്. അങ്ങനെ ഒരുപാട് യോഗങ്ങൾ ഉണ്ട് ജ്യോതിഷത്തിൽ. അപ്പോൾ ആ യോഗങ്ങളിൽ ഏത് യോഗമാണ് നിങ്ങളുടെ ഗ്രഹനിലയിലുള്ളതെന്ന് നോക്കുക. കുറച്ച് യോഗങ്ങൾ കാണും, യോഗങ്ങളില്ലാത്തൊരു ഗ്രഹനിലയില്ല. യോഗങ്ങളുണ്ട്, യോഗങ്ങൾ ഏതെങ്കിലുമൊക്കെ കാണും, ഏതെങ്കിലുമൊക്കെ യോഗങ്ങൾ കാണും. ചില ആളുകൾ നോക്കുമ്പോൾ ഇതൊന്നും പറയാറില്ല, വെറുതെ ഗ്രഹനില നോക്കി ജ്യോതിഷം നോക്കി ഭാവി പ്രവചിച്ചു കഴിഞ്ഞു.
നോക്കിക്കുമ്പോൾ നല്ലൊരാളെ കൊണ്ട് നോക്കിയാണെങ്കിൽ ചിലപ്പോൾ ഇതിനെപ്പറ്റി വളരെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു യോഗത്തിൻ്റെ പേരും അവിടെ നിന്ന് തന്നെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലാക്കുക. അടുത്തായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ദിനപ്പൊരുത്തത്തെ പറ്റി പറഞ്ഞു, ആകർഷണ വീക്ഷണത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പുതിയതായിട്ട് ചാനലിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ പ്രീവിയസ് വീഡിയോ വെച്ച് കാണുക, അപ്പം മനസ്സിലാവും. അല്ലെങ്കിൽ പാമിസ്ട്രി മല്ലു എന്ന് പറയുന്ന ആ ഒരു ഫുള്ള് പ്ലേലിസ്റ്റ് കാണുക, അല്ലെങ്കിൽ അസ്ട്രോളജി 2025 എന്ന് പറയുന്ന ആ ഫുള്ള് പ്ലേലിസ്റ്റ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും നല്ല രീതിക്ക് ഞാൻ എങ്ങനെയാണ് അതേപ്പറ്റി ആകർഷണ വീക്ഷണങ്ങളും പൊരുത്തക്കുറവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു, കലഹങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ പ്രണയനിരേശം ഉണ്ടാകുന്നു, എങ്ങനെ ജോലി നഷ്ടപ്പെടുന്നു, എങ്ങനെ ആളുകളുടെ വെറുപ്പുണ്ടാകുന്നു, എങ്ങനെയാണ് ആളുകളെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത്, മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ദേഷ്യം വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രീവിയസ് വീഡിയോ വെച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നിപ്പോൾ നമ്മൾ ദിനപ്പൊരുത്തത്തെപ്പറ്റി സംസാരിക്കാൻ പോകുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശാഖ നക്ഷത്രമാണ്. അപ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, വിശാഖ നക്ഷത്രം വരുന്നത് മുരുകൻ്റെ, ശ്രീമുരുകൻ്റെ, മുരുകഭഗവാന്റെ നക്ഷത്രമായിട്ടാണ്. ശ്രദ്ധിക്കുക, ഇവിടെയുണ്ട് ഒരു വ്യത്യാസം. കാർത്തിക നക്ഷത്രം മുരുക നക്ഷത്രമാണെന്ന് പറയുന്നു, കാർത്തികേയൻ്റെ പേരുമുണ്ട്. വിശാഖ നക്ഷത്രവും മുരുകൻ്റെ നക്ഷത്രമാണെന്ന് പറയും. പൂയ നക്ഷത്രവും മുരുകൻ്റെ നക്ഷത്രമാണെന്ന് ജ്യോതിഷത്തിൽ പറയും. 3 നക്ഷത്രങ്ങളുടെയും നാഥനായിട്ട് മുരുകനെ തന്നെയാണ് വെച്ചിരിക്കും. മനസ്സിലാക്കുക. അതിൽ കാർത്തികയാണ് പേരിനോടൊപ്പമുള്ള കാർത്തികേയൻ എന്നുള്ള പേരും അങ്ങനെയുള്ള നമ്മുടെ ഐതിഹ്യങ്ങൾ നമുക്കറിയാം. ആ ഐതിഹ്യത്തിലുള്ള കുറച്ച് ആളുകളുടെ പേരുകളെല്ലാം ചേർന്നിട്ടാണ് ആ ഒരു കാർത്തിക എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാർത്തിക നക്ഷത്രമാണ് മുരുകൻ്റെ നക്ഷത്രം. ബാക്കി ഈ 2 നക്ഷത്രങ്ങളുമായിട്ടും ഒരുപാട് അടുപ്പമുണ്ട്, ഐതിഹ്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അടുപ്പത്തിന് അനുബന്ധിച്ചുള്ള ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. അപ്പോൾ വിശാഖ നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രം ഞാൻ പറഞ്ഞിരുന്നു, സിംഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. സിംഹം പതുങ്ങിയിരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾക്കും അവസരങ്ങൾക്കും പതുങ്ങിയിരുന്ന ശേഷം അവസരം വരുമ്പോൾ കൃത്യമായി സിംഹം അറ്റാക്ക് ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള ആളുകളാണ് വിശാഖത്തിലുള്ളതെന്ന് പറഞ്ഞത്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബാങ്കുമായിട്ട് കണക്കുമായി ബന്ധമുള്ള ഏതെങ്കിലും ജോലികൾ ചെയ്യുന്ന ആളുകളായി തീരുകയാണ് വിശാഖത്തിലുള്ളവർ. കണക്കുമായി ബന്ധമുള്ള എല്ലാ ജോലിയിലും എന്തെങ്കിലും ഒരു ചെറിയ ജോലി വിശാഖത്തിലുള്ളവർ ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത. കാരണം വെച്ച് കഴിഞ്ഞാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ രീതി അതാണ്. പഠിക്കുന്ന സമയത്താണ് ഇവർ ചിലപ്പോൾ ബാങ്കിങ് മേഖലയിലുള്ള ചില ഇത് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. കൊമേഴ്സ് പോലുള്ള വിഷയങ്ങൾ തീർച്ചയായും വിശാഖത്തിലുള്ള എല്ലാവരും എടുത്തിട്ടുണ്ടാവും. ഈ വീഡിയോ കാണുന്ന വിശാഖത്തിലുള്ള ആളുകൾക്കെല്ലാം കണക്ക് കൂട്ടാൻ നല്ല കഴിവാണ്. മാത്സിൽ അവർ പിന്നോട്ടല്ല. ഈ വീഡിയോ കാണുന്ന ഏതെല്ലാം വിശാഖ നക്ഷത്രക്കാരുണ്ടോ, വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീയുണ്ടോ പുരുഷനുണ്ടോ, അവരെല്ലാം കണക്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. കണക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലികൾ അവർ ചെയ്യുന്നുണ്ടോ. ഒരു പക്ഷേ ഒരു ചെറിയൊരു അയൽക്കൂട്ടമാണെങ്കിൽ പോലും അതിൻ്റെ കണക്കുകൾ നോക്കുന്നവരായിരിക്കാം. ബാങ്കിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ LIC ഏജൻറ്റ് മുഖേന ബ്രോക്കർ രീതിയിലുള്ള ജോലികൾ, ഉയർന്ന ജോലികൾ, ഇടത്തരം ജോലികൾ, താഴെത്തട്ടിലുള്ള ജോലികളാണെങ്കിലും കണക്കുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും അവർ നോക്കാനായിട്ട് മിടുക്കരായ ആളുകളാണ്. അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാം, മനസ്സിലാക്കാം. വിശാഖ നക്ഷത്രത്തിന് ഏതെല്ലാം നക്ഷത്രമുണ്ട് പൊരുത്തം ഇല്ല. ഈ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരുടെ പേര് ഞാൻ പറയുന്ന പോലെ തന്നെ കലണ്ടറിൽ ഈ ദിവസങ്ങൾ വരുന്ന ദിവസവും അത്ര ശുഭകരമല്ല. നല്ല പ്രവർത്തികൾ ചെയ്യുന്ന സമയത്തും അത്ര ശുഭകരമല്ലാത്ത ദിവസങ്ങളും കൂടിയാണത്. മനസ്സിലാക്കുക. ഏറ്റവും നമുക്കറിയാം, ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യമാണ് സ്വന്തം നക്ഷത്രത്തിന് വിരുദ്ധമാവുന്ന പ്രതിഭാസം. അതെ, വിശാഖ നക്ഷത്രം വിശാഖത്തിന് എതിരാണ്. വിശാഖവും പൊരുത്തമില്ല. 2 വിശാഖത്തിൽപ്പെട്ടവർ തമ്മിൽ ചേരുകയില്ല. അടുത്തത് വിശാഖം കലണ്ടറിൽ വരുന്ന ദിവസവും ചേരുകയില്ല. ഒരൊറ്റ ദിവസമേ ചേരൂ, ആ കുട്ടി ജനിക്കുന്ന ദിവസം. ബാക്കി ഏതൊക്കെ വിശാഖങ്ങളുണ്ടോ ആ മാസത്തിലെ ഒന്നും വിശാഖം ആ കുട്ടിക്ക് ശുഭകരമല്ല. ഒപ്പം അതുപോലെ ശുഭകരമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക അസ്വസ്ഥത, പനി, വയറുവേദന, തുമ്മൽ, ജലദോഷം, കയറ് തടസ്സം, അഭിമാനക്ഷതം, സങ്കോചം, ടെൻഷൻ തുടങ്ങിയവ ബാധിച്ച് ചില ദിവസം നമുക്ക് ശുഭകരമല്ല. മടി തോന്നുക, അസ്വസ്ഥത തോന്നുക, പുറത്തേക്ക് പോകണ്ട എന്ന് തോന്നൽ വരിക, കിടക്കണം, ഉറങ്ങണം, തലയുറ്റൽ തുടങ്ങിയ അവസ്ഥകൾ തോന്നുക. ഒക്കെ ചില ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായി അനുഭവപ്പെടും. എത്രയും ആരോഗ്യമുള്ളവനാണെങ്കിലും അനുഭവപ്പെടും, ആരോഗ്യമുള്ള സ്ത്രീയാണെങ്കിലും അനുഭവപ്പെടും. ജോലി സ്ഥലത്ത് തടസ്സങ്ങൾ, ജോലി ഇങ്ങോട്ട് നീങ്ങാതെ നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനുഭവം വരുന്ന ദിവസമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് വിശാഖം വരുന്ന ദിവസം. വിശാഖത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയെ കൺമുന്നിൽ കാണുന്നതും വിശാഖത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതും എല്ലാം വാക്കുതർക്കങ്ങൾക്കും
പ്രശ്നങ്ങൾക്കും വഴിയൊടുക്കുന്ന അവസ്ഥ വരും. കാരണം തമ്മിൽ വികർഷണം സംഭവിക്കുന്നു. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പൊരുത്തമില്ലാത്ത നക്ഷത്രം വിശാഖവുമായിട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂരാട നക്ഷത്രമാണ്. പൂരാടവും വിശാഖവും ഒരു വിധത്തിലും പൊരുത്തമില്ല. വികർഷണം തന്നെയാണ് സംഭവിക്കുക. പൂരാടവും വിശാഖവും തമ്മിൽ വലിയ വലിയ വാക്കുതർക്കങ്ങളും തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. അത് പൂരാട നക്ഷത്രവും വിശാഖവും തമ്മിലുള്ള പൊരുത്തക്കുറവ് കൊണ്ടാണ്. പൂരാടം കലണ്ടറിൽ വരുന്ന ദിവസവും അത്ര ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്ന നക്ഷത്രം തിരുവോണമാണ്. വിശാഖവും തിരുവോണം തമ്മിൽ അത്ര പൊരുത്തമൊന്നുമില്ല. പ്രധാനപ്പെട്ട പ്രബലമായ നക്ഷത്രമാണ് തിരുവോണം. അതുപോലെ തന്നെ പ്രബലമായ നക്ഷത്രമാണ് എങ്കിലും വിശാഖം ഒരു പ്രബലമായ നക്ഷത്രമായിട്ട് നമുക്ക് കൂട്ടാം. എങ്കിലും ഫസ്റ്റ് ഡയലല്ല അതിരിക്കുന്നത്. പക്ഷേ തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്, പ്രബലമായ നക്ഷത്രമാണ്, വളരെ ഐശ്വര്യങ്ങൾ കൊണ്ടൊരു നക്ഷത്രമാണ്. ഇത്തരം ഒരു നക്ഷത്ര ജാതകപരമായിട്ടുള്ള തർക്കങ്ങൾ വിശാഖ നക്ഷത്രക്കാർ വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ചില തിരിച്ചടികൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം തിരുവോണംകാർക്ക് വളരെയധികം പവർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ തിക്ത അനുഭവങ്ങൾ ഏൽക്കേണ്ടായി വരും. തിരുവോണം വരുന്ന ദിവസവും വിശാഖ നക്ഷത്രക്കാർക്ക് സുഖകരമാവുകയില്ല. എങ്ങനെയെന്ന് ഞാൻ പറയാം. ഇപ്പോൾ വിശാഖ നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും അവർ ജോലിക്ക് പോകും. ജോലിക്ക് മടിയുള്ള ആളുകളൊന്നുമല്ല, ജോലി ആത്മാർത്ഥമായി ചെയ്യും. രണ്ടാമത് ഇവർക്ക് പ്രത്യേകമായി വിശാഖക്കാർക്കുള്ളതാണ് ഊർജ്ജസ്വരത. ഫുൾ ടൈം അവർ എനർജറ്റിക് ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് എത്ര യാത്ര വേണമെങ്കിലും ചെയ്യാനുള്ള കരുത്തുണ്ട്. ഏത് ദൂരത്തേക്ക് യാത്ര ചെയ്യാനുള്ള കരുത്തുണ്ട്. ഏത് സമയത്തും ഉണർന്നെഴുന്നേറ്റ് പോകാനുള്ള കരുത്തുണ്ട്. സാധാരണ നക്ഷത്രത്തിൽപ്പെട്ടവരൊക്കെ ആണെങ്കിൽ ഉണർന്നതിന് ശേഷം ഒന്ന് ബോധം തെളിഞ്ഞു വരാൻ കുറേ നേരം എടുക്കും. അങ്ങനെയും ചില നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഒന്നാം നമ്പറിൽ നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ഉണർന്ന ശേഷം കുറേ ടൈം എടുത്തിട്ടാണ് ഒന്ന് പ്രകൃതിയുമായിട്ട് പൊരുത്തപ്പെട്ട് തന്നെ വരിക. അതുവരെ തന്നെ വളരെ താമസിച്ച് എഴുന്നേൽക്കുന്ന നക്ഷത്രമായിട്ട് പറയപ്പെടുന്ന നക്ഷത്രത്തിലുള്ള ആൾക്കാരാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മടി കാണിക്കുന്ന നക്ഷത്രമായിട്ടും തിരുവാതിരയെ പറയാറുണ്ട്. ബാക്കി ഇപ്പോൾ ഞാൻ പറയാം, അശ്വ നക്ഷത്രമുള്ളവർ കൂടുതൽ ഉറക്കം വേണ്ടവരാണ്. സാധാരണ മനുഷ്യൻ ഉറങ്ങുന്നതിൽ കൂടുതൽ അശ്വ നക്ഷത്രക്കാർ ഉറങ്ങും. അശ്വ നക്ഷത്രക്കാർക്ക് 8 മണിക്കൂറൊന്നും ഉറങ്ങിയാൽ പോരാ, ചിലക്കും 10 മണിക്കൂറിന് മേളിൽ അവർ ഉറങ്ങേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവർക്ക് യാതൊരു എനർജിയും കാണുകയില്ല. മിനിറ്റുകൾ എടുത്ത ശേഷമാണ് അശ്വ നക്ഷത്രക്കാർ എനർജറ്റിക് ആവുക. അതായത് സമയം ഒരു 9 മണിയോട് കൂടിയാണ് ചില സമയം അശ്വ നക്ഷത്രക്കാർക്ക് ശരിയായി ഒരു ബോധം തെളിഞ്ഞു വരുന്നത്. രാവിലെ 7 ഇറങ്ങി പോകേണ്ട ജോലിയാണെങ്കിലും കുളിച്ച് വൃത്തിയായി അവർ യാത്ര ചെയ്തെങ്കിലും അവരുടെ കൃത്യമായി ബോധമനസ്സ് വർക്ക് ചെയ്ത് വരുന്നത് 9 മണിക്ക് ശേഷമാണ്. പക്ഷേ രാത്രിയാകും തോറും എനർജി വലുതായിക്കൊണ്ടിരിക്കും. ഉറക്കം വരുന്നത് 2 മണിക്ക് ശേഷവുമായിരിക്കും. അശ്വനക്ഷത്രക്കാരുടെ മാത്രം പ്രത്യേകതയാണ് ഇത്. താമസിച്ച് എഴുന്നേൽക്കുന്നതിലും താമസിച്ച് പ്രവർത്തിക്കുന്നതിലും ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അശ്വതിക്കാർ. രണ്ടാം സ്ഥാനം തിരുവാതിരക്കാരാണ്. എഴുന്നേൽക്കുന്നതും പ്രവർത്തിക്കുന്നതും താമസിച്ചാണ്, അല്പം മടിയുള്ള ആളുകളാണ്. പക്ഷേ വിശാഖത്തിന് പ്രത്യേകതയുണ്ട്. പിന്നെ പൂരാടത്തിന് ഇതുപോലെ തന്നെ ഊർജ്ജസ്വലതയുണ്ട്. പക്ഷേ ഉറക്കം ആവശ്യമുള്ള നക്ഷത്രമാണ്. പക്ഷേ ഊർജ്ജസ്വലത കൂടുതലാണ്. ഏത് സമയത്തും എഴുന്നേറ്റ് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് പൂരാട നക്ഷത്രക്കാർക്കുമുണ്ട്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്കും ഊർജ്ജസ്വലത കൂടുതലാണ്. ഏത് നിമിഷവും എഴുന്നേറ്റ് ഏത് പ്രവൃത്തിയും ചെയ്യാനും എത്ര ദൂരം പോകാനുള്ള കഴിവും ഭരണി നക്ഷത്രക്കാർക്കുമുണ്ട്. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ഈ ഒരു കഴിവ് ഇല്ല. അതുപോലെ തന്നെ വിശാഖ നക്ഷത്രക്കാർക്ക് വളരെ ഊർജ്ജസ്വലതയുണ്ട്. ഏത് നിമിഷം തന്നെയും എഴുന്നേറ്റ് അവർ പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവർ ഓട്ടോമാറ്റിക് അവരുടെ ബോധമനസ്സും ഉണരും. ബോധമനസ്സ് ഉണരാനായിട്ട് അധികം നേരം ഇവർക്ക് എടുക്കാറില്ല. കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഇവർ ബോധമനസ്സിലേക്കാണ്. പക്ഷേ ഞാൻ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രം പ്രബലമാണ്. തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രം പ്രബലമായതുകൊണ്ട് തന്നെ വിശാഖത്തിന് തിരുവോണത്തിൻ്റെ ദിവസം എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ വിഷയങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചത്. തിരുവോണ ദിവസം ജോലി ചെയ്യുന്ന ഒരു വിശാഖ നക്ഷത്രമാണെങ്കിൽ അന്ന് അവർ യാത്രയിലായിരിക്കും. അവർക്ക് തിരുവോണത്തിൻ്റെ അന്നും എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ജോലി വിഷയമായി ചെല്ലേണ്ടതോ അല്ലെങ്കിൽ ഓഫീസിലെ ഓണാഘോഷ പരിപാടികളോ അല്ലെങ്കിൽ ഓണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ലീഡറായി നിൽക്കുകയോ ചെയ്യുന്നതുകൊണ്ട് അന്നത്തെ ഭക്ഷണം പോലും താമസിച്ചായിരിക്കും കഴിക്കുക. എല്ലാവരും ഓണസദ്യ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ 2:30-ഓ 3-നോ ആയിരിക്കും ചിലപ്പം ഭക്ഷണം കഴിക്കുക. കാരണം അവർ ചിലപ്പോൾ വിളമ്പുന്ന തിരക്കിലായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പേപ്പറുകൾ എഴുത്തുകുത്തുകൾ ചെയ്യുന്ന തിരക്കിലായിരിക്കാം. തിരുവോണ ദിവസം വരുന്ന ആഘോഷ ദിവസം ഇവർക്ക് തീർച്ചയായും ഭക്ഷണം താമസിക്കാറുണ്ട്. ഇതേ പ്രശ്നം അശ്വതിക്കാർക്കുമുണ്ട്, പൂരാടംകാർക്കുമുണ്ട്. തിരുവോണത്തിൻ്റെ ദിവസം ഭക്ഷണം വൈകും. കാരണം തിരുവോണം നക്ഷത്രമായിട്ട് പൂരാടത്തിനും അശ്വതിക്കും പൊരുത്തമൊന്നുമില്ല. ആ വരുന്ന വിശേഷ ദിവസം ആ ദിവസം അസ്വസ്ഥതകൾ അനുഭവപ്പെടും, അല്ലെങ്കിൽ കാര്യ തടസ്സം അനുഭവപ്പെടും, പെൻഡിങ് ആവും. എവിടെയും ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അതൊരു ലൈവ് ജോലിയായിരിക്കാം മിക്കപ്പോഴും. അവിടെ ചിലപ്പോൾ ഭക്ഷണം താമസിക്കാം. മറ്റുള്ളവരെല്ലാം കഴിക്കുമ്പോഴും താമസിച്ച്
ഭക്ഷണം കഴിക്കുക, 3:30-4 ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ ഓണ ദിവസങ്ങളിൽ തിരുവോണമായിട്ട് പൊരുത്തമില്ലാത്ത എല്ലാ നക്ഷത്രക്കാർക്കും സംഭവിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ചാൽ കിട്ടും. നിങ്ങളുടെ ചെറുപ്പകാലത്തിലോ നിങ്ങളുടെ ഓണാഘോഷ പ്രോഗ്രാമുകളോ കഴിഞ്ഞുപോയ ഓണത്തിനോ പൊരുത്തമില്ലാത്ത, ഞാൻ തിരുവോണമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡേറ്റിന് തിരുവോണമായിട്ട് ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, തിരുവോണമൊക്കെ വന്നിട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് തിരുവോണത്തിൻ്റെ പൊതുസ്വഭാവം പറഞ്ഞ സമയത്ത് ഞാൻ ചില തിരുവോണമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ ആളുകളെല്ലാം ഓണം ആഘോഷിച്ചപ്പോൾ താമസിച്ചല്ലേ ഭക്ഷണം കഴിച്ചത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും. പൊരുത്തക്കുറവിൻ്റെ കൊണ്ട് മാത്രമാണ് തിരുവോണ ദിവസവും അല്പം ശുഭകരമല്ലാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ തിരുവോണ ദിവസം എങ്ങോട്ടെങ്കിലും പോകാൻ നേരത്ത് ചിലപ്പോൾ ഭവനത്തിലുണ്ടായ ചെറിയൊരു കലഹമായിരിക്കാം. വിശേഷ അവസരങ്ങളിൽ ഭവനത്തിൽ കലഹങ്ങൾ വരിക, വിവാഹത്തിൻ്റെ ദിവസം ഭവനത്തിൽ കലഹം വരിക, വിവാഹത്തിൻ്റെ തലേന്ന് ഭവനത്തിൽ കലഹം വരിക, നിശ്ചയത്തിൻ്റെ തലേന്ന് കലഹം വരിക. വിവാഹവും നടക്കും, നിശ്ചയം നടക്കും, എല്ലാം നടക്കും, പക്ഷേ കലഹം വരും. വിവാഹത്തിന് ശേഷം ബന്ധുജനങ്ങളെല്ലാം കൂടുമ്പോൾ കലഹം വരിക. ഈ പറയുന്ന കാര്യങ്ങളും അവരവരുടെ പൊരുത്തമില്ലായ്മ കൊണ്ട് ചില സമയങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ ആഘോഷവേളകൾക്കിടയിലും അവസാനം ചിലപ്പോൾ വാക്കുതർക്കങ്ങളും വഴക്കുകളും വരുന്നതും ചില സ്ഥലങ്ങളിൽ ഒരു പ്രശ്നവുമില്ല ആഘോഷങ്ങൾ കഴിഞ്ഞു പോകുന്നതിൻ്റെ സീക്രട്ടും പൊരുത്തമില്ലായ്മ തന്നെയാണ്. മനസ്സിലാക്കിയിരിക്കുക, അറിവിലേക്കായി ഉൾക്കൊള്ളുക. ആരെയും കുറ്റപ്പെടുത്താനോ കുറയ്ക്കാനായിട്ടോ അല്ല ഈ ഒരു കാര്യം പറയുന്നത്. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ സംഭവിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്ന ആ ദിനവുമായിട്ട് പൊരുത്തമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആഘോഷ ദിവസങ്ങളിലും കൃത്യമായ വാക്കുതർക്കങ്ങളും വഴക്കുകൾക്കും ശേഷം, അല്ലെങ്കിൽ ഒരു ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ടൂറിന് മുമ്പ് ഒരു വഴക്കിട്ട മുഖവുമായി ടൂർ ആസ്വദിക്കാൻ പോവുകയും ടൂർ ചെല്ലുന്ന സ്ഥലത്ത് സന്തോഷിക്കുന്ന മുഖമായിട്ട് തിരിച്ചു വരികയും നല്ല ഓർമ്മകളോടുകൂടി തിരിച്ചു വന്ന് സന്തോഷത്തോടെ ഭവനത്തിൽ കയറുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. എല്ലാ 6 മാസം കൂടുമ്പോഴും ടൂർ പോകുന്നവരും എല്ലാ മാസവും ടൂർ പോകുന്നവരും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഒത്തുകൂടുന്ന മീറ്റപ്പിന് പോകുമ്പോഴും വലിയൊരു വഴക്ക് കഴിഞ്ഞേച്ച് ഭവനത്തിൽ നിന്ന് തന്നെ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി അവിടെ ചെന്ന് ആർത്തുല്ലസിച്ച് തിരിച്ചു വന്ന് വീണ്ടും ഭവനത്തിൽ വരുമ്പോൾ വഴക്കടിക്കുന്ന ആളുകളുമുണ്ട്. ഇതിൻ്റെ കാരണം പൊരുത്തമില്ലാത്ത ദിവസവും പൊരുത്തമില്ലാത്ത ആളുകളെ മീറ്റ് ചെയ്തുകൊണ്ട് മാത്രമുണ്ടായതാണ്. മനസ്സിലാക്കുക, അറിവ് ശേഖരണത്തിനായിട്ട് ഉൾക്കൊള്ളുക. അടുത്തായിട്ട് തൃക്കേട്ട നക്ഷത്രവുമായിട്ട് വിശാഖത്തിന് പൊരുത്തമില്ലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തൃക്കേട്ട വരുന്ന ദിവസവും തൃക്കേട്ടപ്പെടുന്ന ഒരു വ്യക്തിയും വിശാഖവുമായിട്ട് വാക്കുതർക്കം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ജോലി സ്ഥലങ്ങളിലായിരിക്കാം, പരിചയപ്പെടുന്ന വ്യക്തികളിലായിരിക്കാം, സോഷ്യൽ മീഡിയയിൽ നിന്നായിരിക്കാം, എവിടുന്ന് വേണേലും ആയിരിക്കാം. മനസ്സിലാക്കിയിരിക്കുക, തൃക്കേട്ടമായിട്ട് വിശാഖത്തിന് പൊരുത്തമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ തൃക്കേട്ട വരുന്ന ദിവസവും ശുഭകരമല്ലെന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തായിട്ട് മകീര നക്ഷത്രവുമായിട്ട് വിശാഖത്തിന് പൊരുത്തമൊന്നുമില്ല. മകീര നക്ഷത്രവുമായിട്ട് വിശാഖത്തിന് പൊരുത്തമില്ലാത്തതുകൊണ്ട് തന്നെ മകീരം വരുന്ന ദിവസവും അത്ര ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ മകീരത്തിൽപ്പെടുന്ന ആളുമായിട്ടും അത്ര ശുഭകരമായ കണക്ഷനിലായില്ല നീങ്ങുക. അടുത്തായിട്ട് തിരുവാതിര നക്ഷത്രവുമായിട്ട് വിശാഖത്തിന് യാതൊരുവിധ പൊരുത്തവുമില്ല. അപ്പോൾ മനസ്സിലാക്കുക, തിരുവാതിര നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ലാത്തതുകൊണ്ട് തന്നെ തിരുവാതിരയിൽ പെടുന്ന ആളോടും തർക്കമുണ്ടാവും, അല്ലെങ്കിൽ തിരുവാതിര വരുന്ന ദിവസവും അത്ര ശുഭകരമല്ല. ഇപ്പം മനസ്സിലാക്കുക, ഓണത്തിന് മുമ്പ് ഒരു തിരുവാതിര ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓണം വരുന്നു. ഈ 2 ദിവസവും ശുഭകരമായ ദിവസങ്ങളിലൂടെയാണോ വിശാഖക്കാർ കടന്നു പോയതെന്ന് ചിന്തിക്കുക. ജോലിയുടെ ബുദ്ധിമുട്ടും ടെൻഷനും കാരണം ചിലപ്പോൾ ലീവ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ചിലപ്പോൾ ആ ദിവസങ്ങളിൽ ലീവ് കിട്ടിയിട്ടുണ്ടാവുകയില്ല. മനസ്സിലാക്കുക, അതും ആ ദിവസത്തിൻ്റെ ആയിട്ടുള്ള പൊരുത്തം നിങ്ങളുമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അടുത്തായിട്ട് പുണർന്ന നക്ഷത്രവുമായിട്ട് വിശാഖത്തിന് പൊരുത്തമൊന്നുമില്ല. പുണർന്ന നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുണർന്നതിൽപ്പെട്ട ദിവസം കലണ്ടറിൽ വരുന്ന എല്ലാ മാസത്തിലും ഒരു നക്ഷത്രം വീതം കടന്നു പോകുന്നുണ്ട്. 27കാർക്കും ഇത് അനുയോജ്യമായ കാര്യമാണ്. ആരെയും ഇവിടെ ഏറ്റക്കുറച്ചുകളില്ല. എല്ലാ നക്ഷത്രക്കാർക്കും ശത്രുനക്ഷത്രം തന്നിട്ടുണ്ട്. ഒരാളുടെ ശത്രുനക്ഷത്രം മറ്റൊരാളുടെ മിത്രനക്ഷത്രമാണെന്ന് മനസ്സിലാക്കുക. ഇനി പുണർന്നവുമായിട്ട് അത്ര ശുഭകരമായ ബന്ധമില്ല. പുണർന്നം വരുന്ന ദിവസവും അത്ര ശുഭകരമല്ല എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ വിശാഖ നക്ഷത്രക്കാർക്ക് ഇത്രയും നക്ഷത്രക്കാരുമായിട്ടും യാതൊരുവിധ പൊരുത്തമില്ല. 9 നക്ഷത്രക്കാരുമായിട്ട് പൊരുത്തമില്ലെന്ന് മനസ്സിലാക്കുക. ഈ 9 നക്ഷത്രം 27 നക്ഷത്രത്തിൽ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ നക്ഷത്രവുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. ആരൊക്കെയായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്? ചോദ്യമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. രേവതിയായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. അത് 2 പ്രബല നക്ഷത്രങ്ങളാണ്. പിന്നെ ഇതിൽ ഭരണിയുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. അതിൽ ഞാൻ പറയാത്ത പൂയവുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. മനസ്സിലാക്കുക, അതും മുരുകൻ്റെ ഒരു നക്ഷത്രമാണ്. മനസ്സിലാക്കുക, പൂയമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. അങ്ങനെ ഉത്രാടവുമായിട്ട് ഉത്രട്ടാതിയായിട്ട് ഒക്കെ നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. പൂരവുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. ഉത്രമായിട്ടുള്ള പൊരുത്തത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഉത്രത്തിൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അല്പം
പ്രശ്നം ഉണ്ട്. പക്ഷേ ഒരു സമനിലയിൽ വേണേൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഉത്തരവായിട്ട് കുഴപ്പമില്ലാതെ രമ്യതപ്പെട്ടു പോകാം. പിന്നെ ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞു വിശാഖക്കാരുടെ ഒരു സ്വഭാവമാണ്. പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരോടും വളരെ വാചാലമായി സംസാരിക്കാനും അവരെ ക്യാൻവാസ് ചെയ്യാനുള്ള കഴിവും വിശാഖക്കാർക്ക് കൂടുതലാണ്. എല്ലാ ആളുകളോടും ഒരേ രീതിയിലാണ് ഇവരുടെ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെ പൊരുത്തക്കുറവിൻ്റെ ഒരു തർക്കമോ വഴക്കോ ഇവരുമായിട്ടൊന്നും വരാറില്ല. സന്തോഷത്തോടു കൂടിയാണ് കാര്യങ്ങൾ നീങ്ങുക. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നീങ്ങും. കാരണം വെച്ച് കഴിഞ്ഞാൽ വിശാഖക്കാർക്ക് നന്നായി ഇടപെടാൻ അറിയാം. അതുപോലെ തന്നെ ഇടപെടാൻ അറിയാവുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം. 27 നക്ഷത്രക്കാർക്കും വിരോധമുണ്ടെങ്കിൽ പോലും തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ പോലും നമുക്ക് ആ തിരുവോണം നക്ഷത്രവും ഇടപെടൽ വളരെയധികം സോഷ്യലായിട്ടായിരിക്കും ഇടപെടുക. പുരുഷനെന്നോ സ്ത്രീയെന്നോ അവിടെ വിവേചനമില്ല, മനസ്സിലാക്കുക. സ്ത്രീയാണ് തിരുവോണത്തിലെങ്കിൽ ധാരാളം പുരുഷ സുഹൃത്തുക്കളും ധാരാളം സ്ത്രീ സുഹൃത്തുക്കളും ഉണ്ടാവും. കാരണം അവരുടെ ഒരു ഇടപെടൽ അങ്ങനെയാണ്. വിശാഖത്തിലുള്ളവരാണെങ്കിൽ ധാരാളം സ്ത്രീ സുഹൃത്തുക്കളും ധാരാളം പുരുഷ സുഹൃത്തുക്കളും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ 27 നക്ഷത്രക്കാരോടും അവരുടെ ഇടപെടലുകൾ വളരെ മാന്യമായിട്ടാണ്. എല്ലാവരും അവർ ഇഷ്ടപ്പെടും. പക്ഷേ പൊരുത്തക്കുറവ് മാനസികമായിട്ടായിരിക്കും വരിക, വികർഷണം മാനസികമായിട്ടാണ്. എങ്കിൽ മറ്റ് നക്ഷത്രക്കാർ നേരിട്ട് കാണുമ്പോഴേ വികർഷണപ്പെട്ടിട്ട് ഒന്നുകിൽ മുഖം തിരിക്കുകയോ ദേഷ്യപ്പെടുകയോ ഇങ്ങനെ ദേഷ്യം കാണിക്കുകയോ ചെയ്യും. പക്ഷേ വിശാഖത്തിൻ്റെ രീതി അതല്ല. വിശാഖത്തിൻ്റെ രീതി അങ്ങോട്ട് കയറി ഇടപെടുന്നതാണ്. ആല്യമായിട്ട് നല്ല പൊരുത്തം വിശാഖത്തിനുണ്ട്, മനസ്സിലാക്കിയിരിക്കുക. പ്രധാനമായ പ്രബല നക്ഷത്രങ്ങളായിട്ട് ഉള്ള നക്ഷത്രങ്ങളിലെല്ലാം വളരെയധികം പൊരുത്തമുണ്ട്. പക്ഷേ കാർത്തികമായിട്ടുള്ള പൊരുത്തക്കുറവ്, കാർത്തികമായിട്ട് പൊരുത്തമില്ലാതെ ഞാൻ പറയുന്നു, മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ നല്ലൊരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. 27-9 കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നക്ഷത്രക്കാരോടും നിങ്ങൾക്ക് വളരെയധികം പൊരുത്തമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, മനസ്സിലാക്കുക. ഊർജ്ജഫലത, മുൻകോപം, പിടിവാശി തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ നക്ഷത്രം കാണിക്കാറുണ്ട്. ഇനിയിപ്പം ഞാൻ അടുത്തായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു അറിവാണ്. ഇപ്പം ജ്യോതിഷം എന്ന് പറയുന്നു, എങ്ങനെയാണ് ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ഈ ശൂന്യാകാശത്തുള്ള ഗ്രഹങ്ങളൊക്കെ ഈ ജ്യോതിഷപരമായിട്ട് നമ്മളെ സ്വാധീനിക്കുക എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് തലയിൽ കൂടി ചിന്തകൾ പല രീതിയിൽ ഓടാറുണ്ട്. 27 നക്ഷത്രമല്ലല്ലോ ഉള്ളത്, കോടാനുകൂടി നക്ഷത്രങ്ങളില്ലേ, സൗരയൂഥം ഇല്ലേ, ആകാശഗംഗകളില്ലേ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇവിടെ അല്പം നമുക്ക് യുക്തിപരമായി ചിന്തിക്കാം. അതിന് ഞാനൊരു പടം വരച്ചിട്ടുണ്ട്, ഇമേജ് വരച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇമേജ് അത്ര ഭംഗിയില്ല. ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്, ആ ഇമേജ് അത്ര ഭംഗിയില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ഇമേജിൻ്റെ ഭംഗി നോക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്താണ് എന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതെന്നും എങ്ങനെയാണ് ഈ അവസ്ഥകളിലേക്ക് നമ്മൾ പോകുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുന്നതെന്നും ഞാൻ ഇപ്പോൾ തന്നെ വിശദമാക്കി തരാം മറ്റൊരു ഇമേജിലൂടെ. ഇവിടെ ഇപ്പോൾ ഞാൻ ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് സ്കൂൾ തലത്തിൽ പഠിച്ച കുട്ടികൾ, എല്ലാ ആളുകളുടെ തലയിലും കയറാത്ത ഒരു കാര്യമാണിത്. ചിന്തയ്ക്ക് അല്പം അധീനതയിൽ വെളിയിലേക്ക് നിൽക്കുന്ന കാര്യങ്ങളാണ്. ആലോചിച്ചാൽ അങ്ങനെ പിടുത്തം കിട്ടത്തില്ല, അങ്ങനെ ഒരു കാര്യമാണിത്. ഇമേജ് കൊള്ളില്ല, ഞാൻ പറഞ്ഞിരിക്കുന്നു, മനസ്സിലാക്കാനായിട്ടാണ്. എനിക്ക് ഇതേ വരയ്ക്കാൻ സാധിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കുക. വരയുടെ ഭംഗി നോക്കണ്ട, ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം മാത്രം മനസ്സിലാക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് സയൻറ്റിഫിക് ആയിട്ടൊന്ന് ചർച്ച ചെയ്യാം, ശാസ്ത്രം ഉപയോഗിച്ച് ചർച്ച ചെയ്യാം. പ്രായമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെന്നും മനസ്സിലാവുകയില്ല. എനിക്ക് പറയാവുന്ന രീതിയിൽ മലയാളത്തിലെ ലളിതമായ രീതിയിൽ ഞാനിത് വിശദീകരിച്ച് തരാം, മനസ്സിലാക്കി തരാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് സൂര്യൻ. സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിന് അടുത്ത് നിൽക്കുന്ന ആദ്യത്തെ നക്ഷത്രമാണ് ബുധൻ. ആകാശത്ത് മനസ്സിലാക്കുക, ദിവസമല്ല, ബുധനാഴ്ചയല്ല ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് അകലെയാണ് സൂര്യനുള്ളതെന്ന് മനസ്സിലാക്കുക. കോടിക്കണക്കിന് അകലെയായിട്ടും കോടിക്കണക്കിന് അകലെയാണ് ബുധൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം സൂര്യൻ്റെ ഒരു ഭ്രമണപഥത്തിൽ, അല്ലെങ്കിൽ സൂര്യൻ്റെ ഭ്രമണപഥമല്ല, സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം സൂര്യനതായി ഇങ്ങനെ വട്ടത്തിൽ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബുധഗ്രഹം ഇതൊന്നും നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ആദ്യത്തെ ഗ്രഹം ബുധനാണ്.
അത് കഴിഞ്ഞ് അതിലും ഒരുപാട് ദൂരെയാണ് ശുക്രഗ്രഹം നിൽക്കുന്നത്. ആ ഇങ്ങനെ വട്ടത്തിൽ ശുക്രൻ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനെ. ശുക്രനും ബുധനും കൂട്ടിയിടിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 സഞ്ചാരപാതയിലാണ് അത് കറങ്ങണത്. മൂന്നാമത്തെ ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഭൂമിയും ദാ ഇങ്ങനെ സൂര്യനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ പിള്ളേർ പഠിക്കേണ്ടതാണ്. പക്ഷേ അത് പഠിച്ചു പരീക്ഷ എഴുതുന്നല്ലാതെ ഇതേപ്പറ്റി ആരും ജ്യോതിഷപരമായി ചിന്തിക്കുന്നില്ല. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഭൂമിയും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനെ, മനസ്സിലാക്കുക. ഭൂമി കഴിഞ്ഞിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയും സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഇപ്പോൾ നേരെ വരച്ചേക്കുന്നത് കാണിക്കാനാണ്. ഇതിങ്ങനെ അല്ല, പല സ്ഥലത്താണ് കിടക്കുക. ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, ചൊവ്വ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് വ്യാഴമാണ്. വ്യാഴം അപ്പോൾ എത്ര അകലത്തിലായെന്ന് മനസ്സിലാക്കുക. സൂര്യനെ കോടിക്കണക്കിന് അകലമാണ്, ഈ ഗ്രഹങ്ങൾ തമ്മിലും കോടിക്കണക്കിന് അകലമുണ്ട്. ഇനി വ്യാഴം ഇത്രയും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് വരുന്നത് ശനിയാണ്. ശനിയും വളരെയധികം സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് യുറാനസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പേരുള്ള ഒരു ഗ്രഹമാണ്. ഇതിന് മലയാളത്തിലും സംസ്കൃതത്തിലും മറ്റു പേരുണ്ട്, പക്ഷെ ആ പേര് കൂടുതൽ അറിയപ്പെടുന്നത് യുറാനസ് എന്ന് തന്നെയാണ്. ഇപ്പോൾ യുറാനസ് ഇങ്ങനെ ചുറ്റുന്നു. അടുത്തായിട്ട് നെപ്റ്റ്യൂൺ ഗ്രഹം, അതും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ഗ്രഹമാണ് പ്ലൂട്ടോ എന്ന് പറയുന്ന ഗ്രഹം, അതും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ചുറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത്? സൂര്യൻ കോടിക്കണക്കിന് അകലെയാണെന്ന് നമുക്കറിയാം. ഗ്രഹങ്ങൾ തമ്മിലുള്ള അന്തരവും കോടിക്കണക്കിന് അകലമാണെന്ന് നമുക്കറിയാം. ഇനി ഈ സൂര്യൻ്റെ ചൂട് ഭൂമിയിലെത്തുന്നത് എത്ര കട്ടിയായിട്ടാണ്? സഹിക്കാൻ പറ്റുന്നുണ്ടോ? സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഉച്ചയാകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഭൂമിയിലേക്ക് സൂര്യൻ്റെ പ്രകാശം എത്തുന്നതിന് എടുക്കുന്ന നേരം 8 മിനിറ്റാണ്. 8 മിനിറ്റ് കൊണ്ടാണ് സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിലേക്ക് എത്തുക, മനസ്സിലാക്കുക. കോടിക്കണക്കിന് അകലെയാണ് സൂര്യൻ. ബുധനും ശുക്രനുമാണ് അടുത്ത് നിൽക്കുന്നത്. ഭൂമി 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഭൂമി 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാണ് സൂര്യനിൽ നിന്നുള്ള ചൂട് ക്രമമായി ഭൂമിയിലെത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ചെടികൾ വളരുന്നത്, നമ്മളെല്ലാം ജീവിക്കുന്നത്. എല്ലാ ആളുകൾക്കും കൃത്യമായ രീതിയിൽ ഈ ഒരു ചൂടിൽ ജീവിക്കാൻ പറ്റുന്നത്. ചില സമയങ്ങളിൽ ചൂട് കാരണം മരണവും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ചൂട് കൂടിയാൽ കോടിക്കണക്കിന് അകലെയാണെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഈ ബുധൻ്റെ അവസ്ഥ എന്താ? ഈ നവഗ്രഹങ്ങളിൽ ജീവനുള്ളതാകെ ഭൂമിയിലാണ് മാത്രമാണ്, മനസ്സിലായോ? ജീവൻ എന്ന് പറയുന്ന ഒരു പ്രവൃത്തി, ഒരു പ്രതിഭാസം, ജീവൻ എന്ന് പറയുന്ന സാധനം ഈ ഭൂമി മാത്രമാണ് ഉള്ളത്. ചൊവ്വയുടെ കഥ ഞാൻ ഇപ്പോൾ പറയാം. ഭൂമി മാത്രമാണ് ജീവനുള്ളത്. പിന്നെ ഇങ്ങോട്ടും ജീവനില്ല, ഇങ്ങോട്ടും ജീവനില്ല. കാരണം എന്താണ്? സൂര്യൻ്റെ ചൂട്. അപ്പം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തിളച്ചു മറിയുകയാണ്, മനസ്സിലാക്കുക. തിളച്ചു മറിയുകയാണ്. അവിടുത്തെ മണ്ണും, അവിടെ മഴയില്ല, വെയിലില്ല, രാത്രിയും പകലും വ്യത്യാസമുണ്ട്. എല്ലാ ഗ്രഹത്തിനും രാത്രിയും പകലും ഉണ്ട് കേട്ടോ, മനസ്സിലാക്കുക. രാത്രിയും പകലും ഉണ്ട്. പക്ഷേ ബുധനിൽ ഒരു ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ഇരുട്ട് വീഴത്തുള്ളൂ. ഭൂമിയുടെ കറക്കവും ദൂരവും കൊണ്ടാണ് 24 മണിക്കൂർ കൊണ്ട് നമുക്ക് രാത്രിയും പകലും വരികയും ആ ഒരു സുന്ദരമായ അവസ്ഥ കൊണ്ടാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നതും. പക്ഷേ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ബുധൻ. ശുക്രൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിളച്ചു മറിയുന്നത് കൊണ്ടാണ് ശുക്രൻ തിളങ്ങിത്തന്നെ നിൽക്കുന്നത്. കാരണം ശുക്രഗ്രഹം നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശുക്രനെ കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ നമ്മൾ ശുക്രഗ്രഹം ആകാശത്ത് കാണാൻ സാധിക്കും എന്നൊക്കെ ചിലപ്പോൾ പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന വെളിച്ചം ഭയങ്കരമാണ് ശുക്രനിൽ നിന്ന്. ആ കത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ വലിയ രീതിയിൽ കെമിക്കൽസും തീയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് തിളങ്ങി നിൽക്കണേ ശുക്രൻ. അപ്പോൾ ശുക്രൻ ഗ്രഹമാണ്, പക്ഷേ ശുക്ര നക്ഷത്രമായിട്ടാണ് നമ്മൾ ജ്യോതിഷത്തിൽ പറയണേ. ശുക്രൻ തിളയ്ക്കുന്നത് കൊണ്ടാണ് ശുക്രനിൽ നിന്ന് വെട്ടം. അതുപോലെ തന്നെ കഠിനമായ ഉൽക്കകൾ മറ്റു തുടങ്ങിയ സംഭവങ്ങളെല്ലാം അവിടെ തിളയ്ക്കുന്നു, വെളിച്ചം ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശുക്രനെ കാണാൻ സാധിക്കുന്നത്.
തിളങ്ങുന്ന ഒരു ഗോളമായിട്ട് ശുക്രനെ കാണുന്നത്. ഇനി അടുത്ത ആളാണ് ചൊവ്വ. ഭൂമിക്ക് ശേഷമാണ് ചൊവ്വ. ഭൂമി വരേ ഉള്ളൂ ഈ ചൂടിൻ്റെ കളി. ഇങ്ങോട്ട് വരുമ്പം പിന്നെയും ദൂരം കൂടി ചൊവ്വ തൊട്ട് തണുപ്പുകൾ ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് ചൊവ്വയിലും വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടു എന്ന് പറയുന്നത്. ഭൂമി വെള്ളമുണ്ട്, കാരണം ഇവിടെ തണുപ്പുണ്ട്. ബാക്കി 2 ഗ്രഹവും തിളച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ഗ്രഹമായ ഭൂമി അല്പം തണുക്കാൻ കാരണം ഇവിടെ ചൂട് ഇച്ചിരി കുറഞ്ഞിട്ടിരിക്കുക. അതിനും ചൂട് കുറവാണ് ചൊവ്വയിലോട്ട് പോകുമ്പോൾ. അവിടെ തണുപ്പുണ്ട്. പക്ഷെ വെള്ളം എന്ന് പറയുന്നൊരു സാധനത്തിന് പകരം ആസിഡും കെമിക്കലുകളുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ വിശദമാക്കി തരാം. ഇതാദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വിശദമാക്കി തരാം. ഇതെന്തുകൊണ്ടാണ് ജ്യോതിഷവുമായിട്ട് ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൽ തണുപ്പുണ്ട്. പക്ഷേ തണുപ്പ് അനുഭവിക്കാൻ അവിടെ ഒരു ജീവി പോലുമില്ല. രണ്ടാമത് അന്യഗ്രഹ ജീവിയുടെ ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രമാത്രം സത്യമെന്ന് നമുക്കറിയില്ല. ഭാവിയിൽ ഫാൻസ് കണ്ടെത്തുമായിരിക്കാം. അടുത്തായിട്ട് വ്യാഴമാണ്. വ്യാഴമെന്ന് പറയുന്നിടത്ത് വീണ്ടും തണുപ്പ് കൂടുതലാണ്. വ്യാഴഗ്രഹം എന്ന് പറയുന്ന ഗ്രഹം 6 മാസം കൊണ്ടാണ് തിരിയുക. അതായത് 6 മാസത്തേക്ക് പകലും 6 മാസത്തേക്ക് രാത്രിയും. മനസ്സിലായല്ലോ? നമ്മുടെ ഇവിടുത്തെ പോലെ 24 മണിക്കൂർ കൊണ്ട് അവിടെ പകലും രാത്രിയും വരാൻ പോകുന്നില്ല. ഒരിക്കൽ നേരം വെളുത്തു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടേ രാത്രി ആവത്തുള്ളൂ. അതായത് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷമാണ്. മനസ്സിലായല്ലോ? അടുത്തായിട്ട് ശനി. ശനി എന്ന് പറയുന്ന ഈ ഗ്രഹത്തിന് ചുറ്റും ഒരു വലയം കൂടിയുണ്ട്. ആ വലയമാണ് ശനി വലയം എന്ന് പറയുന്നത്. ആ വലയം എന്ന് പറയുന്നത് കിലോമീറ്ററുകൾ അകലെ തന്നെ ശനിക്ക് ചുറ്റും ശനീനെ ആകർഷിച്ച് കറങ്ങുന്ന ചില ഗ്രഹങ്ങളാണ്. സൂര്യനെ ആകർഷിച്ച് കറങ്ങുന്ന ഗ്രഹങ്ങളാണ് ഇവരെല്ലാം. ശനീനെ ആകർഷിച്ച് കറങ്ങുന്ന ഗ്രഹങ്ങളാണ് ആ കാണുന്ന വലയം. അത് കുറേ കല്ലുകളാണ്, ആകാശത്തെ കല്ലുകൾ. മനസ്സിലാക്കുക. അടുത്താണ് യുറാനഫ്. ഈ യുറാനഫും ഒക്കെ തലതിരിഞ്ഞും വട്ടത്തിലും തിരിഞ്ഞും നീണ്ടത്തുമൊക്കെ കറങ്ങുന്ന ഗ്രഹങ്ങളാണ് നെപ്റ്റ്യൂണ്, പ്ലൂട്ടോ. ഇത്രയും ഗ്രഹങ്ങൾ. എന്തിന് ഈ ഫാൻസ് ഞാനിവിടെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ പൂർണ്ണമായി ഇരുട്ടാണ്. കാരണം ഇങ്ങോട്ടൊന്നും സൂര്യപ്രകാശം എത്തത്തില്ല. കാരണം ദൂരം കൂടി. ശനിക്കൊക്കെ അതിൻ്റെതായ ഡേറ്റുകളുണ്ട്. ആ സമയത്ത് അവിടെ സൂര്യപ്രകാശം എത്തുന്നുള്ളൂ. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ഈ ഗ്രഹങ്ങളെയാണ് നവഗ്രഹങ്ങളായിട്ട് പറയുന്നത്. മനസ്സിലായോ? നവഗ്രഹങ്ങളായിട്ട് പറഞ്ഞ് ഈ ഗ്രഹങ്ങളെയാണ്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക? നമ്മളുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കും പറഞ്ഞു തരാം. സൂര്യനിൽ നിന്നുള്ള ചൂട് നമ്മളുടെ എല്ലാ ജീവിക്കും, ഭൂമിയിൽ ഉള്ള ജീവി വിദേശത്തായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, ലോകത്ത് എവിടെ ആയിക്കോട്ടെ, ഇതുവരെ മനുഷ്യന് എത്താത്ത സ്ഥലത്തായിക്കോട്ടെ, മൂടി കിടക്കുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ, ഇതുവരെ മനുഷ്യന് എത്താത്ത ദ്വീപുകളിലായിക്കോട്ടെ, കടലിനടിയിലായിക്കോട്ടെ വരെ സൂര്യപ്രകാശം ഇറങ്ങി ചെല്ലുന്നുണ്ട്. കടലിനടുത്തട്ടിലേക്ക് വരെ സൂര്യപ്രകാശം ഇറങ്ങി ചെല്ലുന്നുണ്ട്. വെള്ളം തിളയ്ക്കുന്നുണ്ട്. നീരാവി ആകാശത്തേക്ക് പൊങ്ങണുണ്ട്. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് അകലെ നിൽക്കുന്ന സൂര്യന് ഭൂമിയിലെ നിൽക്കുന്ന എല്ലാ ജീവിയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റ് ഗ്രഹങ്ങളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആകർഷണം ഉണ്ടാക്കുന്നുണ്ട്. സൂര്യനെ തമ്മിലൊരു ആകർഷണമുണ്ട്. ഈ ആകർഷണം ഉള്ളതുകൊണ്ടാണ് ഈ പദത്തിൽ നിന്ന് തെറിച്ചു പോകാത്തത്. എല്ലാ കാലവും ചുറ്റാനും കാരണം ഈ സൂര്യൻ ഇതിനെ ആകർഷിച്ചു വെച്ചിരിക്കുകയാണ്. ബുധനും ശുക്രനും തമ്മിൽ ഒരു ആകർഷണത്തിൻ്റെ വടംവലി വരും. ഭൂമിയും ശുക്രനും തമ്മിൽ ഒരു ആകർഷണത്തിൻ്റെ വടംവലി വരും. ചൊവ്വയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിക്കുന്നുണ്ട്, പവർ എടുക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടി ആയതുകൊണ്ടാണ് തമ്മി പോയി ചൊവ്വ വന്ന് ഭൂമിയിലിടിക്കാത്തത്, ഭൂമി വന്ന് ശുക്രനെ ഇടിക്കാത്തത്, ബുധൻ നേരെ തിരിച്ച് സൂര്യനകത്തോട്ട് പോകാത്തത് ഒക്കെ തമ്മി വടംവലി ഉണ്ട് ഇവിടെ. പക്ഷേ ഈ വടംവലി കൊണ്ട് ഭൂമിയിലെ ജീവികൾക്ക് എന്ത് സംഭവിക്കും? അതിന് തെളിവ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. അതായത് പ്രകൃതി കൊണ്ടുള്ള ഉപഗ്രഹം. ചന്ദ്രൻ ഭൂമിയെയാണ് ചുറ്റണേ. സൂര്യൻ്റെ വെളിച്ചം കൊണ്ടാണ് ചന്ദ്രനിൽ കാണുന്ന വെട്ടം. മനസ്സിലായോ? ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. ചന്ദ്രനിലേക്ക് അടിക്കുന്ന സൂര്യൻ്റെ വെളിച്ചമാണ് ആ കാണുന്ന വെട്ടം. പിന്നെ ഭൂമിയിൽ നിന്നുള്ള റിഫ്ലക്ഷൻ. ഭൂമിയിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് ആ സൂര്യപ്രകാശം ചന്ദ്രനിൽ അടിക്കുന്ന വെട്ടമാണ് ചന്ദ്രൻ തിളങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്ന മഞ്ഞ നിറം. അതായത് ചന്ദ്രനിലെ പകലാണ് ആ കാണുന്ന പകൽ. പിടുത്തം കിട്ടിയല്ലോ. ഇനി ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം ഭൂമിയെ ആകർഷിക്കുമ്പോൾ കടലിലെ തിരമാല പൊങ്ങിപ്പോരും.
കടലിലെ തിരമാല പൊങ്ങിപ്പോകുമ്പോൾ കടൽ ഇത്ര മീറ്റർ കൂടി അകത്തോട്ട് കയറി വരും. അതാണ് വേലിയേറ്റം. നമ്മൾ കേട്ടിട്ടുണ്ട്, വേലിയേറ്റം വേലിയിറക്കം. ചില സമയങ്ങളിൽ കടൽ താഴോട്ടിറങ്ങിപ്പോവും. അതാണ് വേലിയിറക്കം. എന്താണ് സംഭവം? ഒരു പച്ച വെള്ളം, ഒരു ഉപ്പ് വെള്ളത്തിനെ ആകാശത്തിരിക്കുന്ന ചന്ദ്രൻ ആകർഷിച്ചു. ഭ്രമണപഥത്തിൽ വരുമ്പോൾ ചന്ദ്രൻ വെള്ളത്തിനെ പിടിച്ച് ഉയർത്തുകയാണ്. അപ്പോൾ ഭൂമിയിലുള്ള ഉപ്പുവെള്ളത്തിനെ, അതും കടൽ, വേറെ ഒന്നുമല്ല, കടൽ എന്ന് പറയുന്നൊരു സംഭവത്തിനെ കംപ്ലീറ്റ് എടുത്ത് പൊക്കിയെടുക്കാനുള്ള പവർ ചന്ദ്രനുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ശരീരത്തൊരു വെള്ളമുണ്ട്. ഈ ഭൂമിജാലങ്ങളിലെല്ലാം ഒരു വെള്ളമുണ്ട്. കിണറ്റിലും തോടുകളിലും തടാകത്തിലും എല്ലാം വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന രക്തത്തെ വരെ ഉയർത്തിയെടുക്കാൻ ചന്ദ്രൻ്റെ പവറുണ്ട്. നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ശക്തികളാണ്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഭൂമിയിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളിൽ മനസ്സിൻ്റെ ചിന്തകളിൽ വ്യാപാരമുണ്ടായിട്ട് ടെൻഷൻ, ഭയം, കോപം, ദേഷ്യം, സമയദോഷം, തടസ്സങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിലൂടെ സംഭവിക്കുകയാണ്. അതായത് ചന്ദ്രൻ്റെ പവർ ദൂരേന്ന് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ്റെ ഭൂമിയും കൂട്ടിയിടിക്കണില്ല. ആകർഷിച്ചെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ ഭൂമിയിലേക്ക് ഭൂമി തിരിച്ചും ഇങ്ങോട്ട് വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വടംവലി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അവസ്ഥ എന്താണ്? ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് രാത്രി മാത്രം വരുന്ന സാധനമല്ല, സൂര്യപ്രകാശം കൊണ്ട് നമ്മൾ കാണാത്തതാണ്. അത് 24 മണിക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ ആദ്യമേ ചന്ദ്രനെ കാണുന്നത്, ചില ദിവസം പകൽ ചന്ദ്രനെ കാണുന്നു. പിടുത്തം കിട്ടിയോ? ചന്ദ്രൻ ബുദ്ധിയുടെ കാരകനായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ വടംവലി ഒരു കടലിനെ ഉയർത്താൻ കഴിവുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കണേ? അതാണ് നമ്മുടെ ദൈനംദിന ജീവിതം. നമുക്ക് വരുന്ന മൂഡ് ഓഫ്, ടെൻഷൻ, വിഷാദം. രാവിലെ ഒരു മൂഡ്, ഉച്ചയ്ക്ക് വേറൊരു ചിന്ത, അത് കഴിയുമ്പോൾ വേറൊരു ചിന്ത, രാത്രി കിടക്കുമ്പോൾ വേറൊരു ചിന്ത. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മാനസിക വ്യാപാരം മാറിക്കൊണ്ടിരിക്കും. ഒരു ചന്ദ്രൻ ഇത് സാധിക്കുമെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള ഗ്രഹങ്ങൾ ആർഷിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് മാറ്റമായിരിക്കും നടക്കുക? പലതിനും പേരും കണക്കൊന്നും ഉണ്ടാവുകയില്ല. ചന്ദ്രൻ്റെ കാര്യം മാത്രമേ ശരിക്കും എനിക്കും അറിയുകയുള്ളൂ. ബാക്കിയുള്ളതിൽ നമ്മൾ പറയുന്നു ചൊവ്വാദോഷം എന്ന് പറയുന്നു, എല്ലാവരും കളിയാക്കുന്നു, ചിരിക്കുന്നു, പിന്നെ ചൊവ്വ ഇതാണ്. പക്ഷേ എന്താണ് സംഭവം? ചൊവ്വ ആകാശത്തുള്ള പാവം ഗ്രഹമാണ്. അതിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുവാണ് പലരും. ഒരു ചന്ദ്രൻ നമ്മളെ ആകർഷിക്കുമ്പോൾ ചൊവ്വ നമ്മളെ ആകർഷിക്കണമുണ്ട്. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഗ്രഹനിലകൾക്കനുസരിച്ച് ഇതിൻ്റെ സ്ഥാനം മാറിയിരിക്കും. ഞാനിപ്പോൾ ഇത് നേർരേഖ വരച്ചേക്കാൻ നിങ്ങളെ കാണിക്കാനാണ്. ആകാശത്ത് നേർരേഖയിലൊന്നുമല്ല നിൽക്കണേ, പല സ്ഥലത്താണ്. അതും കോടിക്കണക്കിന് കിലോമീറ്ററുകളകത്താണ്. ഉപഗ്രഹം വെച്ച് ഫോട്ടോ കൊടുത്തപ്പോഴാണ് ഇവിടെ ഈ ഫോട്ടോകളെല്ലാം തെളിഞ്ഞ ആൾക്കാർക്ക് കിട്ടിയത്. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ജനിച്ച ആളോടൊപ്പമാണ് അതിൻ്റെ ഒരു ദൃഷ്ടി വരിക. ദൃഷ്ടി വരിക എന്ന് പറയുന്നത് ഈ ആകർഷണത്തിനെയാണ്. ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, നീചഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടെന്നൊക്കെ പറയുന്നത് ഈ തമ്മിലുള്ള വടംവലീനെ നമ്മുടെ മലയാളത്തിരിച്ച് പറയുമ്പോൾ അത് ദൃഷ്ടിയെന്നാക്കി. ആ വടംവലിയാണ് സയൻറ്റിഫിക് പ്രകാരം പറയുന്നത്. ഈ വടംവലി നടക്കുമ്പോൾ ചൊവ്വ നമ്മളെ വടംവലിക്കുമ്പം ചൊവ്വാദോഷം, വ്യാഴത്തിൻ്റെ ഒരു പവർ നമ്മളിലേക്ക് എത്തുമ്പോൾ, അത് ഭൂമിയിലിരിക്കുന്ന നമ്മളിലേക്ക് എത്തുമ്പോൾ, സൂര്യനിലേക്കും ബുധനിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അവിടെ എങ്ങും മനുഷ്യനില്ല. അതുകൊണ്ട് അവിടെ ആർക്കും ഒന്നും പറ്റാൻ പോകുന്നില്ല. അവിടെ ഇല്ലല്ലോ ആള്. പക്ഷേ ഈ ഭൂമിയിലല്ലേ മനുഷ്യനുള്ളൂ. ഇതിൻ്റെ വടംവലി ഇങ്ങോട്ട് വരുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ വ്യക്തിക്കുമല്ല, ഇന്ന ജാതകർക്ക് അതിൻ്റെതായ ദോഷങ്ങൾ വരുന്നു. ശനിയുടെ ഒരു നോട്ടം വരുമ്പോൾ, അല്ല ശനിയുടെ വടംവലി ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ, ഇവിടെയുള്ള കടലിലേക്കും വെള്ളത്തിലേക്കും ഒക്കെ വടംവലി വരുന്നുണ്ട്. പക്ഷേ ഭൂമിയിലുള്ള മനുഷ്യനിലേക്ക്, ചില ആളുകളിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള നക്ഷത്രക്കാരുണ്ട്, ജന്മനക്ഷത്രം. അവരിലേക്ക് വരുമ്പോൾ ആ വലി വരുന്നതാണ് ശനി ദോഷം. അതിൻ്റെ കാലയളവാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം ആകാശം വഴി ചുറ്റുമ്പോൾ എത്ര തവണ ശനിയുടെ വടംവലി ഒരു വ്യക്തിയിലേക്ക് വരുന്നു, ആ കാലയളവാണ് ശനിദോഷം. വ്യാഴദശ, ചൊവ്വാദശ, ബാക്കിയുള്ളത് ഇത് നീചഗ്രഹം, യുറാനസ്, നെപ്റ്റ്യൂണ്, പ്ലൂട്ടോ തുടങ്ങിയവയെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ഇതാണ് മറ്റ് ഗ്രഹദോഷങ്ങൾ ദൃഷ്ടി വരിക എന്ന് പറയുന്നത്. അടുത്തായിട്ട് ബുധൻ, ശുക്രൻ തെളിഞ്ഞു എന്ന് പറയുന്നത് ശുക്രനുമായിട്ട് വടംവലി കൃത്യമായ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് സകല ഭാഗ്യങ്ങളും ലഭിക്കുന്നു. ഇതാണ് ശുക്രദശ. പിടുത്തം കിട്ടുന്നുണ്ടോ? നമ്മളെ കളിയാക്കും, ചിരിക്കും. പക്ഷെ മനസ്സിലാക്കുക, വേറൊരു തെളിവ് പറഞ്ഞുതരാം. ഈ പടത്തിൻ്റെ ആവശ്യം ഇനിയില്ല, മറന്നേക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ഇരുട്ടത്തൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു. അതിന് മുന്നിലിരിക്കുന്ന ആൾക്ക് അതിൻ്റെ ചൂട് അനുഭവപ്പെടും. പക്ഷേ ദൂരെ
ഇരിക്കുന്ന ഒരാൾ ഇരുട്ടത്ത് ഈ വിളക്ക് കത്തിയിരിക്കുന്നത് കണ്ടാൽ ദൂരേക്കൊന്ന് കാണാനാകും, പക്ഷെ എൻ്റെ ചൂട് അനുഭവപ്പെടുന്നില്ല. പക്ഷെ വെളിച്ചം എത്തുന്നുണ്ടല്ലോ, ആ വെളിച്ചം ആളെ സ്വാധീനിച്ചില്ലേ? അതിന് തുല്യം തന്നെയാണ് ഈ അറ്റത്തിരിക്കുന്ന ഗ്രഹവും ഈ അറ്റത്തിരിക്കുന്ന ഗ്രഹവും സ്വാധീനിക്കുന്നത്. ഇതൊന്നും സ്വാധീനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ്റെ ചൂട് നമ്മൾ അനുഭവിക്കത്തില്ല. നേർച്ചയൊന്നുമില്ലല്ലോ സൂര്യൻ ഇവിടെ നിന്ന് നമുക്ക് പകൽ തന്നോളാമെന്ന്, ഒന്നുമില്ലല്ലോ. കേഫ് എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ സൂര്യനെ ചെന്ന് വെച്ച് എടാ നാളെ തൊട്ട് നീ എനിക്ക് വെളിച്ചം തരണമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു സമയമാകുമ്പോൾ നമ്മുടെ കൈ നിൽക്കത്തില്ല, രാത്രിയും പകലും നമ്മുടെ കൈ നിൽക്കത്തില്ല. നമുക്ക് കൺട്രോൾ ചെയ്താൽ മാറ്റാൻ പറ്റത്തില്ല. മഴയെ പിടിച്ച് നിർത്താൻ പറ്റത്തില്ല, മഴയെ നിർത്താൻ പറ്റത്തില്ല, കാറ്റിനെ നിർത്താൻ പറ്റത്തില്ല, കൊടുങ്കാറ്റിനെ നിർത്താൻ പറ്റത്തില്ല. സൂര്യൻ്റെ ചൂട് കുറയ്ക്കാനും പരിപാടിയില്ല. AC ഇട്ട് കിടക്കാം, ഫാൻ ഇട്ട് കിടക്കാം, ഈ രണ്ടും. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാം, അല്ലെങ്കിൽ രാവിലെ വൈകിട്ടും കുളിക്കാം. ഇതല്ലാതെ നമ്മുടെ ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും സൂര്യൻ്റെ ചൂടിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ടോ? വേറെ ഇല്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ശക്തി അതാണ്, സൂര്യൻ്റെ ശക്തി അതാണ്. ഇനി നിങ്ങളുടെ എല്ലാം ചിന്തയുടെ കിളി പാറുന്നൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ആകാശഗംഗ എന്ന് കേട്ടിട്ടുണ്ട്, സൗരയൂഥം എന്ന് കേട്ടിട്ടുണ്ട്. ഇതാണ് സൗരയൂഥം, സൂര്യനും 9 ഗ്രഹങ്ങളും. ഇതിനപ്പുറത്ത് ഒരുപാട് നക്ഷത്രക്കൂട്ടങ്ങളുണ്ട്. ആ നക്ഷത്രക്കൂട്ടങ്ങളിൽ മറ്റു ഭൂമികളും സൂര്യനും ഒക്കെ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയണേ. നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ. ക്ഷീരപഥം എന്ന് പറയുന്ന ഒരു നക്ഷത്രക്കൂട്ടത്തിനെയാണ് ആകാശഗംഗ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ വാലറ്റത്താണ് സൂര്യനുള്ളത്. അപ്പോൾ മനസ്സിലായോ? ചിന്തകൾക്ക് അധീനമാണ്. മറ്റ് നക്ഷത്രക്കൂട്ടങ്ങളിൽ എന്താണ് ഇന്നും സയൻസ് കണ്ടെത്തുന്നു. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, കോടിക്കണക്കിന് അകലെ എന്ന് ഞാൻ പറയുന്നുണ്ട്. അതെങ്ങനെ കണക്ക് കൂട്ടണം? കണക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. പ്രകാശവർഷം എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അതായത് ഒരു പ്രകാശം എന്തോ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര 30 ലക്ഷം കിലോമീറ്ററോ 60 ലക്ഷം കിലോമീറ്ററോ അനുസരിച്ച് ഒരു പ്രകാശം ഒരു സെക്കൻഡ് സഞ്ചരിക്കുന്ന ദൂരത്തിൻ്റെ കണക്ക് വെച്ചിട്ടാണ് ഈ പറയുന്ന അകലം തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണ നിലയ്ക്ക് ചിന്തിച്ചാൽ ഈ അകലം കിട്ടത്തില്ല, കാൽക്കുലേറ്ററൊക്കെ നിറയും. അങ്ങനെയാണ് ഈ തമ്മിൽ കാണുന്ന ഓരോ ഗ്രഹവും തമ്മിലുള്ള അകലം, സൂര്യനായിട്ടുള്ള അകലം, തമ്മിൽ നക്ഷത്രങ്ങളുടെ അകലം. ആകാശത്ത് കാണുന്ന പല നക്ഷത്രങ്ങളും നമ്മൾ ആ വെളിച്ചം കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കാണുകയല്ല, ആ വെളിച്ചം ഭൂമിയിലോട്ട് എത്തുവാണ്, നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. മനസ്സിലാവുക. നമ്മൾ ആകാശത്തേക്ക് ചുമ്മാ നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളുടെ വെളിച്ചവും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ചന്ദ്രൻ എന്ന് പറയുന്നൊരു ഗ്രഹത്തിന് നമ്മുടെ കടൽവെള്ളം ഉയർത്താമെങ്കിൽ തീർച്ചയായും നമ്മുടെ രക്തത്തെ അടക്കം ഉയർത്താനും വലിക്കാനുമുള്ള പവറ് മറ്റ് ഗ്രഹങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൽ യുക്തി ഇല്ലയെന്ന് തോന്നിയാലും ഇത് പഠന വിഷയമായിട്ട് കുട്ടികൾക്ക് പഠിക്കേണ്ടതാണ്. ഫിസിക്സ് പിള്ളേർ പഠിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ ഏറ്റവും വലിയ ഇറക്കം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലാവും. ഫിസിക്സ് പഠിക്കുന്ന കുട്ടി 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ആയ കുട്ടികളോട് ചോദിക്കുകയാണ്, നല്ല പഠിത്തക്കാരനാണ്, ഫിസിക്സിലൊക്കെ നല്ല മാർക്കുണ്ട്, ചോദിക്കുക എന്താണ് വേലിയേറ്റം വേലിയിറക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ചന്ദ്രനിൽ നിന്നുള്ള ആകർഷണമാണെന്ന് പറയും. അപ്പം തന്നെ മനസ്സിലാക്കും ചന്ദ്രനെ ആകർഷിക്കാമെങ്കിൽ മറ്റു ഗ്രഹങ്ങൾക്കും ആകർഷിക്കാൻ പവറുണ്ട് എന്ന് മനസ്സിലാക്കുക. സൂര്യനും ആകർഷിക്കാൻ പവറുണ്ട് മനസ്സിലാക്കുക. ഭൂമിയിലുള്ള ചെടി വരെ ഉണക്കി കരിച്ച് കളയാൻ കോടിക്കണക്കിനുള്ള സൂര്യന് സാധിക്കുമെങ്കിൽ മറ്റു ഗ്രഹങ്ങൾക്കും സാധിക്കും മനസ്സിലാക്കുക. മനുഷ്യൻ്റെ കാര്യത്തിൽ നിന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകം, അതിലെങ്ങാണ്ടിരുന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ കഥയെന്തറിയുന്നു എന്നും പറഞ്ഞിട്ടൊരു പദ്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുതന്നെ സംഭവം. ചിന്തിച്ചാൽ ഒരു പിടുത്തവും കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതുകൊണ്ട് ഒരു പരിധി വരെ ജ്യോതിഷവും ഹസ്തരേഖയും സത്യമാണ്. ഒരു പരിധി വരെ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയോ തോന്നുന്നു. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു കവിതയാണ് ആനന്ദം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകം. എങ്ങാണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കുന്നു, കഥ എന്തറിയുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലിൽ വരുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. അതുപോലെ തന്നെ മാക്സിമം ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക.